മഹിളാ കോൺഗ്രസ് നേതാവ് രാജ്യസഭാംഗവുമായുള്ള ജബി മേത്തർ ഉണ്ടല്ലോ, മൂപ്പത്തി മുഖ്യമന്ത്രി സതീഷിനും അതേപോലെ തന്നെ മുസ്ലിം ലീഗിന് കൊടുത്ത ഒരു എട്ടിന്റെ പണിയാണ് ഇന്നത്തെ ഈ വീഡിയോക്ക് ആധാരം. അധികാരത്തിൽ കയറിയ അന്ന് മുതൽ സംഘപരിവാറിനോടുള്ള വിനീത വിധേയരായ അടിമകളെ പോലെയാണ് മുഖ്യമന്ത്രിയും മുസ്ലിം ലീഗിൻ്റെതടക്കമുള്ള മന്ത്രിമാരും തുടർച്ചയായി സ്വീകരിക്കുന്ന നിലപാടുകൾ കണ്ടാൽ മനസ്സിലാവുക. ഈ അതിരുവിടുന്ന ഈ ദാസ്യപ്പണിക്കെതിരെ KSU, അതായത് കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയായ KSU, യൂത്ത് കോൺഗ്രസ് അടക്കമുള്ള സംഘടനകൾ, അതേപോലെ തന്നെ കോൺഗ്രസിന്റെ വക്കീൽമാരുടെ സംഘടനയായിട്ടുള്ള ലോയേഴ്സ് യൂണിയൻ അടക്കമുള്ള സംഘടനകളും, അതേപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറി PM നിയാസ്, നമ്മുടെ ചാനൽ ചർച്ചയിലൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള ജിൻഡോ അടക്കമുള്ള നേതാക്കളും ഇതിനോടകം രംഗത്തെത്തിയിടും. സതീഷിന് ഒരു കുലുക്കവുമില്ല. പോടാ പുല്ലേ എന്ന നിലപാടാണ് സതീഷ് കോൺഗ്രസ് നേതാക്കളോട് സ്വീകരിക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ ആശങ്ക അറിയിക്കാൻ സമയം ചോദിച്ച ഇങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കളെ കാണാൻ അനുമതി കൊടുക്കാത്ത സതീശൻ പൂക്കി മേനോനുണ്ടല്ലോ, മൂപ്പർക്ക് പക്ഷേ വിഷം തുപ്പുന്ന, വർഗീയ വിഷം, കൊടും വിഷം തുപ്പുന്ന ശശികല, RV ബാബു അടക്കമുള്ള സംഘികളെ കാണാൻ ഇഷ്ടം പോലെ സമയമുണ്ട് താനും. എന്നിട്ടോ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിച്ചാൽ സഭയിലായാലും പുറത്തായാലും ഒരു ഉളുപ്പമില്ലാതെ പച്ചക്ക് നുണ പറയും. PMCയുമായി ബന്ധപ്പെട്ട് ഇതേ പൂക്കി മേനോൻ മുഖ്യൻ മുമ്പ് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ മറന്നിട്ടില്ല. ഒന്നുകൂടി കേൾക്കാം. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ അനുസരിച്ച് PMC പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെൻറ് PMC പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെൻറ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പച്ച നുണയാണ് ഈ പറഞ്ഞത്. 99 കോടി രൂപ PMCയുമായി ബന്ധപ്പെട്ട് വാങ്ങിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ആധികാരികമായിട്ട് നുണ പറയുന്നു. 5 പൈസ PMCയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടില്ല എന്നുള്ളത് ആവർത്തിച്ച് കോടതിയുടെ രേഖകളടക്കം, അതായത് സുപ്രീം കോടതിയിൽ പോയിട്ട് കേന്ദ്ര സർക്കാർ കൊടുത്ത അഫിഡവിറ്റിനകത്ത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. കേരളം PMCയുടെ ഭാഗമായിട്ടില്ല, അവർക്ക് താല്പര്യമില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 5 പൈസ വാങ്ങിച്ചിട്ടില്ല. അതിൻ്റെ പ്രാരംഭഘട്ട പ്രവർത്തനങ്ങൾ പോലും നടത്തിയിട്ടില്ല. ഇത് ആവർത്തിച്ച് പറയുമ്പോഴും ഒരു ഉളുപ്പമില്ലാതെ മൂപ്പര കസേരയിൽ ഇരുന്ന് പച്ച നുണ പറയാണ്. കഴിഞ്ഞ സർക്കാർ ഒപ്പിട്ടു പോയില്ലേ, ഇനി നിർവാഹമില്ല എന്ന പച്ച നുണയാണ് മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് മൂപ്പരും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി കസേരയിൽ ഇരുന്നിട്ട് മുസ്ലിം ലീഗിന്റെ മന്ത്രിയും ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ PMC എടുത്തങ്ങ് അറബിക്കടലിലെറിയും, ചവറ്റുകൊട്ടയിലെറിയും എന്നാണ് സമുദായത്തിന്റെ മൊത്ത കച്ചവടക്കാരെന്ന് സ്വയം അവകാശപ്പെടുന്ന മുസ്ലിം ലീഗ് നാട് നീളെ പ്രസംഗിച്ചത്. എന്നിട്ടോ അധികാര കിട്ടിയപ്പോൾ ഒരു ഉളുപ്പമില്ലാതെ അന്ന് ഛർദിച്ചത് മൊത്തം ഒരറപ്പ് പോലുമില്ലാതെ വാരി വലിച്ച് വിഴുങ്ങുന്ന അവസ്ഥയാണ് ഇന്നിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ PMCയുടെ ഭാഗമായി MOU മാത്രമാണ് ഒപ്പുവെച്ചതെന്നും അതൊരു കരാറല്ലെന്നും ധാരണാപത്രം മാത്രമാണെന്നും അതിൽ നിന്ന് സർക്കാർ പിന്മാറിയതായി യൂണിയൻ ഗവൺമെന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നും അതിൽ ഒപ്പിടാത്തതിൻ്റെ ഭാഗമായി തടഞ്ഞുവെച്ച സർവശിക്ഷാ അഭിയാൻ ഫണ്ട് ഇടത് സർക്കാർ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോഴും സതീശൻ ലീഗും പഴയ നുണ തന്നെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ സംഘി വിധേയത്വത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിത് ആവർത്തിക്കുന്നത്. ഈ PMC ഇവിടെ നടപ്പിലാക്കിക്കൊള്ളാം എന്നുള്ള ധാരണയിൽ തന്നെയാണ് ഇവരിത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സത്യമാണ് ഇന്നിപ്പോൾ മറനീക്കി പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ മഹിളാ നേതൃത്വമുണ്ടല്ലോ, മഹിളാ കോൺഗ്രസ്, എനിക്ക് തോന്നിയത് മഹിളാ കോൺഗ്രസിൻ്റെ നേതാവാണ് ജബി മേത്തർ, രാജ്യസഭാ അംഗം. ഒരു ചോദ്യം ഇന്ന് ബോധപൂർവം പാർലമെന്റിൽ ചോദിച്ചതാണെന്ന് ഞാൻ സ്വാഭാവികമായിട്ട് സംശയിക്കാൻ. കാരണം 2 ദിവസം മുൻപാണ് മഹിളാ കോൺഗ്രസ് വലിയ തോതിൽ വിമർശനം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ആക്ഷേപിക്കുന്നു, കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള രീതിയിൽ, അഹങ്കാരിയാണ് എന്നുള്ള രീതിയിൽ വലിയ വ്യാപകമായ ആക്ഷേപം ഈ മഹിളാ കോൺഗ്രസ് ഉന്നയിച്ചത് 2 ദിവസം മുമ്പാണ്. അതേ മഹിളാ കോൺഗ്രസിൻ്റെ നേതാവാണ് ജബി മേത്തർ. അവർ ബോധപൂർവം ഈ ചോദ്യം ചോദിച്ച് മുഖ്യമന്ത്രിയെയും അതേപോലെ തന്നെ മുസ്ലിം ലീഗിനെയും ഒരു ആപ്പിലാക്കിയതാണെന്ന് ബോധപൂർവം സംശയിക്കേണ്ടിയിരിക്കുന്നത്. അവർ ചോദിച്ച ചോദ്യവും അതിനുള്ള മറുപടിയും അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയിലൂടെ നമുക്ക് കേൾക്കാം. കേരളത്തിൽ PMC പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് കേന്ദ്രം ആവർത്തിക്കുന്നു. ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകളുടെ തെരഞ്ഞെടുപ്പ് നടപടിയിൽ കേരളം പങ്കെടുത്തിട്ടില്ല എന്നും സംസ്ഥാന സർക്കാരുകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്നും കേന്ദ്രം അറിയിച്ചിരിക്കുന്നു. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ, ധാരണാപത്രം ഒപ്പുവെച്ചതല്ലാതെ സ്കൂളുകൾ തെരഞ്ഞെടുക്കുന്ന പ്രക്രിയയിൽ കേരളം പങ്കെടുത്തിട്ടില്ല എന്നതടക്കം പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ജബി മേത്തറിന് ചോദ്യത്തിനാണ് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജയന്ത് ചൌധരി മറുപടി നൽകിയിരിക്കുന്നത്.
മാധു എൻ ശംസുദിന്റെ പ്രതികരണത്തിനകത്ത് പറഞ്ഞത് എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷം എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണമാണ് ഈ വിഷയത്തിന് ശേഷം എൻ ശംസുദിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പക്ഷേ എവിടെയെങ്കിലും കേട്ടതല്ല. കോൺഗ്രസ് എം പി ആയിട്ടുള്ള ജെബി മേത്തർ തന്നെ രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിനായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രിയുടെ മറുപടി. കേരളം PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുണ്ടോ എന്നായിരുന്നു ജെബി മേത്തറുടെ ചോദ്യം. PM ശ്രീ പദ്ധതിയിൽ കേരളത്തിലേക്ക് ഒരു ഫണ്ടും നൽകിയിട്ടില്ല എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്ന കണക്കാണ് രാജ്യസഭയ്ക്ക് മുമ്പാകെ വെച്ചത്. കേരളം ധാരണാപത്രത്തിൽ മാത്രമാണ് ഒപ്പിട്ടിരിക്കുന്നത്. PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ പ്രാഥമിക ഘട്ടം എന്നത് MOU ഒപ്പിടുക എന്നതാണ്. ആ ധാരണാപത്രം ഒപ്പിട്ടതിന് ശേഷം പിന്നീട് റദ്ദാക്കാനുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ എത്തുകയും ചെയ്തു. PM ശ്രീ ഫണ്ട് രണ്ടാമത്തെ പ്രക്രിയ എന്നത് സംസ്ഥാന സർക്കാർ സ്കൂളുകൾ തിരഞ്ഞെടുത്ത് നൽകുക എന്നതാണ്. ആ തിരഞ്ഞെടുത്ത സ്കൂളുകളുടെ പട്ടിക സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിന് കൈമാറിയിട്ടില്ല എന്നും ആ ടേബിളിനകത്ത് ഇപ്പോഴും നമ്പർ ഓഫ് സ്കൂൾസ് എന്നതിനകത്ത് 0 ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും വ്യക്തമാക്കുന്ന ഒരു പട്ടിക കൂടി കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി ജെബി മേത്തറിന് നൽകുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിവാദം തന്നെ ഒരു പര്യവസനമായിരിക്കുന്നത്. അതായത് കോൺഗ്രസ് അധികാരത്തിലെത്തിയതിനു ശേഷം പറഞ്ഞത് ഇടതുപക്ഷം ഇത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടു, ഫണ്ട് ലഭിക്കണമെങ്കിൽ PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. അത് പൂർണ്ണമായും ഇല്ലാതായിരിക്കുകയാണ്. കേരളം PM ശ്രീ പദ്ധതി ഇല്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ മുന്നിൽ വന്ന് പറയുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസ് MP ജെബി മേത്തർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു. ഈ പട്ടിക അടക്കം പരിശോധിക്കുമ്പോഴും അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. MOU ഒപ്പിട്ടാൽ മാത്രം പോരാ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് അത് സെലക്ട് ചെയ്ത് നൽകണം. കേരളവും തമിഴ്നാടും ഇതുവരെ അത് സെലക്ട് ചെയ്യാത്തിടത്തോളം കാലം ഫണ്ട് നൽകാൻ കഴിയില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇപ്പോൾ നൽകുന്ന ഫണ്ട് അത് SSK ഫണ്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണെന്നും സർവശിക്ഷ കേരളത്തിന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുകൾ മാത്രമാണ് നിലവിൽ ലഭിക്കുന്നതെന്നും നൽകിയത്. രാജ്യത്താകമാനം ഏതാണ്ട് 13,092 സ്കൂളുകളാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നുമാണ് 0 എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് സംസ്ഥാന കേരളത്തിലാകെ ഈ പറയുന്ന 47 സെൻട്രൽ ഗവൺമെന്റ് സ്കൂളുകൾ മാത്രമാണ് പട്ടികയിലുള്ളത്. മറ്റ് സർക്കാർ വിദ്യാലയങ്ങൾ ഒന്നും ആ പട്ടികയിൽ ഇല്ല എന്നതുകൂടി ഈ ജെബി മേത്തറിന് ലഭിച്ച പാർലമെന്റ് രേഖയിൽ നിന്ന് വ്യക്തമാവുകയാണ്. വളരെ കൃത്യം. അതായത് PM ശ്രീയിൽ കോൺഗ്രസിന്റെ MP-യുടെ ചോദ്യത്തിന് തന്നെ മന്ത്രിയുടെ മറുപടി കിട്ടിയിരുന്നു. PM ശ്രീയിൽ കേരളം ഇല്ല. ഇനി എങ്ങനെയാണ് മുസ്ലിം ലീഗും ഈ പറയുന്ന പൂക്കി മേനോൻ ഇതിനെ കൈകാര്യം ചെയ്യുന്നത് അറിയാനുള്ള താല്പര്യമുണ്ട്. ഇവർ ഇതുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ത് ന്യായം പറഞ്ഞായിരിക്കും? അറബിക്കടലിൽ എറിയും, ചവറ്റുകൊട്ടയിൽ എറിയും എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്മാറാൻ ഇവർ പറഞ്ഞത് ഇതിൽ ഒപ്പിട്ട് കുടുങ്ങിയില്ലേ, ഇനി ഒരു രക്ഷയില്ലല്ലോ പിന്മാറാൻ എന്നുള്ളതാണ്. ഇതിൽ ഒപ്പിട്ടിട്ടും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള അത് ധാരണാപത്രം മാത്രമാണ് ഒപ്പിട്ടത്. MOU എന്ന് പറയുന്നത് ഒരു കരാറല്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് വന്ന ഈ സഭാരേഖയിലൂടെ തന്നെ പുറത്തു വന്നത്. ഈ പറയുന്ന രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ MP-ക്ക് കിട്ടിയ മറുപടിയിൽ കേരളം ഇതിൽ ഭാഗമല്ല, ഒരു സ്കൂളിൻ്റെ പേര് പോലും കൊടുത്തിട്ടില്ല, 0 അവിടെ. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഫണ്ട് പോലും വാങ്ങിച്ചിട്ടില്ല. അപ്പം മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ആവർത്തിച്ച് നുണ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് കഴിഞ്ഞ സർക്കാരിൻ്റെ തലയിലിട്ട് ഈ PM ശ്രീ സംഘപരിവാറിന് വേണ്ടി ഇവിടെ നടപ്പിലാക്കിക്കൊള്ളാം എന്നുള്ള കരാർ ഉറപ്പിച്ചിട്ടാണ് ഇവരൊക്കെ ഈ കസേരയിൽ കയറിയിരുന്നത്. 102-ന്റെ ഭൂരിപക്ഷം ആദ്യം പ്രവചിച്ചതും എങ്ങനെയാണെന്നുള്ളത് ചേർത്ത് വായിക്കാം. ഏത് രീതിയിലാണ് വോട്ട് കച്ചവടം നടന്നതെന്നുള്ളതൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കാം. സംഘപരിവാർ വിധേയത്വം തുടക്കം മുതലേ ഈ സതീശൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിനെ കേൾക്കാതെ സംഘികളെ മാത്രം കേട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്നും ഇതിലൂടെ ബോധ്യപ്പെടുന്നതാണ്. സാമാന്യ വിവേകമുള്ള മുഴുവൻ ആളുകൾക്കും ബോധ്യപ്പെടും. മുസ്ലിം ലീഗിൽ ആത്മാഭിമാനം ശേഷിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മതത്തിൻ്റെ സമുദായത്തിൻ്റെ ഒക്കെ പേരിൽ നിങ്ങളുടെ വോട്ട് വാങ്ങുന്ന കൂട്ടരെ കുറിച്ച് ഇനിയെങ്കിലും നിങ്ങൾക്ക് ധാരണയുണ്ടെങ്കിൽ ചോദ്യം ചെയ്യപ്പെടണം നേതാക്കളെ. എന്തിൻ്റെ പേരിലാണ് ഇനിയും ഈ PM ശ്രീയുമായി മുന്നോട്ട് പോകുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നാട് നീളെ ഇത് ചവറ്റുകൊട്ടയിലെറിയും, അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിലെറിയും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്? അതെല്ലാം നുണയായിരുന്നോ എന്ന് ആത്മാഭിമാനം തെല്ലെങ്കിലും ബാക്കിയുള്ള മുസ്ലിം ലീഗുകാർ ചോദിക്കണം. ഞാൻ ഈ മുസ്ലിം ലീഗിനെ മാത്രമേ ഇത് പറയുന്നത്. കോൺഗ്രസിൻ്റെ നിലപാട്, ഇങ്ങനൊരു നിലപാടില്ല കോൺഗ്രസിന്. കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെല്ലാം PM ശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട്. അവർ ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ തന്നെ നടപ്പിലാക്കിയിട്ടുണ്ട്. നടപ്പിലാക്കാത്ത സ്റ്റേറ്റുകളിൽ, കോൺഗ്രസ് ഭരിക്കുന്ന സ്റ്റേറ്റുകളില്ല. ഒന്ന് തൃണമൂൽ കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന വെസ്റ്റ് ബംഗാൾ ആണെങ്കിൽ മറ്റൊന്ന് തമിഴ്നാടാണ് DMK ഭരിച്ചുകൊണ്ടിരുന്നത്. ഇനി അവരുടെ നിലപാട് എന്താവുന്നുള്ളത്, പ്രത്യേകിച്ച് ഇവിടെ തൃണമൂൽ കോൺഗ്രസ് പോയി BJP ആയതുകൊണ്ട് ഇനി അവിടെ പ്രശ്നമുണ്ടാവില്ല. പിന്നെയുള്ളത് വിജയിൻ്റെ നിലപാട് മാത്രമാണ്. ഇവിടെ കേരളത്തിൽ നിലപാട് സ്വാഭാവികമായിട്ടും
നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ജനം ഉറ്റുനോക്കും. കോൺഗ്രസിന്റെ നിലപാടിന്റെ കാര്യത്തിൽ സാമാന്യ വിവേകമുള്ള ആളുകൾക്ക് സംശയമില്ല. അവർ സംഘപരിവാറിന്റെ PM ശ്രീ നടപ്പിലാക്കുന്നതിൽ ഒരു തടസ്സവും നിന്നിട്ടില്ല എന്നുള്ളത് അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അവരുടെ നിലപാട് പരിശോധിച്ചാൽ അറിയാം. പക്ഷേ ചവറ്റുകൊട്ടയിൽ എറിയും, അതേപോലെ തന്നെ അറബിക്കടലിൽ എറിയും എന്ന് ആവർത്തിച്ച് പറഞ്ഞ ലീഗിന്റെ നിലപാട് അറിയണം. ലീഗാണ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്യുന്നത്. ഇനി ലീഗ് പറയാം. നിങ്ങളുടെ MP ചോദിച്ച മറുപടിയിൽ നിന്ന് ഇനി നിങ്ങൾ എന്താണ് ജനങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് അറിയാനുള്ള കൗതുകമുണ്ട്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.